ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഓണം മേക്കപ്പ് ലുക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓണത്തിനൊന്ന് ഒരുങ്ങിയാലോ. ഇത് അനുശ്രീയാണ് കേട്ടോ. ആൾക്ക് നമ്മൾ ലെൻസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ലെൻസ് വെച്ചുകൊണ്ട് തന്നെ ആളുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത ടൈമിൽ ഒരുപാട് പേര് ലിപ്സ്റ്റിക്ക് ഏതാ, അതുപോലെ ലെൻസ് ഏതാ യൂസ് ആക്കിയിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത ടൈമിൽ. അപ്പോൾ ഞാൻ വീഡിയോയിൽ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സ് വഴി ചോദിക്കുക. അതുപോലെ നിങ്ങൾക്ക് എങ്ങനത്തെ മേക്കപ്പാണ് കാണാൻ ഇഷ്ടം അത് നമ്മളോട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നമ്മളതുപോലെ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അനുശ്രീക്ക് ലെൻസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലെൻസ് വെച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ടോൺ ചെയ്ത് കൊടുക്കുക ആദ്യം തന്നെ. അതിന് ശേഷം നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അത് നന്നായിട്ട് സ്കിന്നിൽ സെറ്റായതിന് ശേഷം അടുത്ത പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഇതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പോൺസിൻ്റെ നോർമലായിട്ടുള്ള മോയ്സ്ചറൈസറാണ്. ഇത് ഒരുവിധം എല്ലാ സ്കിന്നിനും നന്നായിട്ട് പോകും കേട്ടോ. പിന്നെ നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ലെൻസ് ഏതാണെന്ന് ഒരുപാട് പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലെൻസിൻ്റെ ഷെയ്ഡ് വരുന്നത് ഫ്രഷ് ലുക്കിലെ ഗ്രേ ആണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആളുടെ ഫേസ് കുറച്ച് തടി ഉണ്ടായതുകൊണ്ട് തന്നെ ആളുടെ കഴുത്തിലൊക്കെ ഒരു പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ നന്നായിട്ട് ഫേസിലാണെങ്കിൽ തന്നെ ലിപ്പിൻ്റെ ഏരിയയിൽ അതുപോലെ കണ്ണിൻ്റെ അടിയിലൊക്കെ നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഓറഞ്ച് കറക്റ്റർ വെച്ചിട്ട് നന്നായിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ഫേസിൽ ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെ നമ്മൾ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ നമ്മൾ കൺസീലർ വെച്ചിട്ട് ഫേസ് മൊത്തത്തിലൊന്ന് കൺസീൽ ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഏത് പ്രോഡക്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിലും നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട്. ഞാനിവിടെ കൺസീലർ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അതോടെ തന്നെ ഫൗണ്ടേഷൻ ഭയങ്കര ലൈറ്റായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. ആളുടെ സ്കിൻ ടോണിന് മാച്ചായിട്ടുള്ള ഫൗണ്ടേഷൻ ഞാനിവിടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് കറക്റ്റ് കുറച്ച് ക്വാണ്ടിറ്റി ഭയങ്കര കുറച്ചായിട്ടാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ ഐ ഷാഡോ അപ്ലൈ ചെയ്യുന്നത് ജസ്റ്റ് ബേസ് ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് കേട്ടോ. പിന്നെ ഒരു സിൽവർ കളറിലെ ഷിമ്മറും കൂടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആളുടെ മൂക്കത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫേസിൽ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ മൂക്കുത്തിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ഓൾറെഡി ആകും. അപ്പോൾ ഒരു വൈപ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ബഡ്സ് വെച്ചിട്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടിക്കൊടുത്താൽ അത് പോകും കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് അത് കാണും. പിന്നെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത ടൈമിൽ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ലിപ്സ്റ്റിക്ക് ഏതാണ്, ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഏതാണെന്ന്. നമ്മൾ നൈക്കിൽ ചായ എന്ന് പറഞ്ഞൊരു ഷെയ്ഡുണ്ട്. അത് നമ്മൾ ഇങ്ങനത്തെ സ്കിൻ ടൈപ്പിനൊക്കെ ഡസ്കി സ്കിന്നിനൊക്കെ നന്നായിട്ട് പോണൊരു ഷെയ്ഡാണ് കേട്ടോ. പിന്നെ നമ്മൾ ബ്ലഷും അതുപോലെ ഹൈലൈറ്ററൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫേസ് മേക്കപ്പ് ഓൾറെഡി ഇവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ശേഷം നമ്മളൊരു ഹെയർ സ്റ്റൈൽ സെറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമായിരുന്നു. ആളുടെ ഫേസ് ഭയങ്കര ചപ്പി ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഫേസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഏത് ഹെയർ സ്റ്റൈലാണെന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. പക്ഷേ ആൾക്ക് ഒന്നും കൂടെ ഫ്രീ ഹെയർ ആയിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നത് കേട്ടോ. ഹെയറിൻ്റെ കാര്യത്തിലായിരുന്നു കേട്ടോ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്. ആള് സൈഡ് വളവാണ് എടുക്കാറെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് തന്നെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഹെയർ നമ്മൾ രണ്ട് സൈഡിലോട്ടും സ്ലൈഡ് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് ഹെയർ നമ്മൾ ഫ്രണ്ടിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി ഫ്രീ ഹെയർ ആയിട്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. പക്ഷേ ആൾക്ക് ഒന്നും കൂടെ നന്നായിട്ട് ചേരുന്നത് ഫ്രീ ഹെയർ ആണ് കേട്ടോ. അത് നമ്മൾ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്.
അങ്ങനെ നമ്മൾ ഹെയർ സ്റ്റൈലൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലിപ്പ് ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലിപ്പിൽ ലിപ്പ് ഗ്ലോസ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നന്നായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഇവിടെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 ലുക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഹെയർ സ്റ്റൈലിൻ്റെയും അതുപോലെ തന്നെ ഒന്ന് ഫ്രീ ഹെയർ ആയിട്ടുള്ളതും. നിങ്ങൾക്ക് ഇതിൽ ഏത് ലുക്കാണ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഫൈനൽ ലുക്ക് കാണാം.